പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിൽ ആമേൻ. പ്രഭാത പ്രാർത്ഥന. കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതയുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ കർത്താവുമായ യേശുമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിൽ ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി ആഴ്ചവഴിയുടെ നിന്ന് 3 നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മാർച്ച് 26. ഇന്നത്തെ വിശുദ്ധനെ കുറിച്ച് നമുക്കറിയാം. വിശുദ്ധ ലൂഡ്ഗർ മെത്രാൻ. ഇന്ന് ജർമ്മനിയുടെ ഒരു ഭാഗമായ ഫ്രീസ്ലൻഡിൽ 743 ലൂഡ്ഗർ ജനിച്ചു. വിശുദ്ധ ബോണിഫസിന്റെ ശിഷ്യനായ വിശുദ്ധ ഗ്രിഗറിയുടെ ശിക്ഷണത്തിലാണ് ലൂഡ്ഗർ വളർന്നു വന്നത്. കുട്ടിയുടെ ആത്മീക പുരോഗതി കണ്ട് വിശുദ്ധ ഗ്രിഗറി അവന് ആസ്തപ്പാട് പട്ടം നൽകി. 4.5 വർഷം ഇംഗ്ലണ്ടിൽ അൽക്യൂവിന്റെ കീഴിലും അധ്യയനം ചെയ്തു. ഭക്താഭ്യാസങ്ങളിലും വിശുദ്ധ ഗ്രന്ഥപഠനത്തിലും സഭാപിതാക്കന്മാരുടെ കൃതികൾ പാരായണം ചെയ്യുന്നതിലുമായിരുന്നു യുവാവായ ലൂഡ്ഗറിന്റെ ശ്രദ്ധ. ലൂഡ്ഗർ പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്നു. പൗരോഹിത്യം സ്വീകരിച്ചു. വൈദികൻ എന്ന നിലയിൽ അനേകരെ മാനസാന്തരപ്പെടുത്തുവാനും പല ആശ്രമങ്ങൾ സ്ഥാപിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ കാലത്ത് വിജാതീയരായ സാക്സന്മാർ ഫ്രീസ്ലൻഡ് പിടിച്ചടക്കുകയും ഫാദർ ലൂഡ്ഗർ ഇറ്റലിയിൽ മൊന്തെ കാസിനോ ആശ്രമത്തിൽ 3.5 വർഷം താമസിക്കുകയും ചെയ്തു. 787 കാർലമാൻ ചക്രവർത്തി സാക്സന്മാരെ തോൽപ്പിച്ചു. ഉടനെ
ലൂഡ്ഗർ തിരിച്ചു വന്ന് തൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾ തുടർന്നു. 802 അദ്ദേഹം മൂഡ് സെറ്ററിലെ മെത്രാനായ ശേഷവും ഉപവാസവും ജാഗരണവും കുറയാതെ അഭ്യസിച്ചുകൊണ്ടിരുന്നു. രഹസ്യമായി അദ്ദേഹം ധരിച്ചിരുന്ന രോമവസ്ത്രത്തെപ്പറ്റി മരണത്തിന് സ്വല്പം മുമ്പേ പരിചിതർക്ക് പോലും അറിവുണ്ടായിരുന്നുള്ളൂ. വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നതിൽ അദ്ദേഹം ദത്തശ്രദ്ധനായിരുന്നു. ദരിദ്രരോട് സ്നേഹവും ധനികരോട് ദൃഢതയും അദ്ദേഹം പ്രകാശിപ്പിച്ചു വന്നു. തൻ്റെ ആദായമൊക്കെ നശിപ്പിക്കുകയാണെന്നും ദേവാലയ അലങ്കാരങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ലെന്നും കാർലമാൻ ചക്രവർത്തിയുടെ മുമ്പിൽ ആരോപണമുണ്ടായി. ഈ ആരോപണത്തിന് സമാധാനം പറയുവാൻ ചക്രവർത്തി ദൂതന്മാരെ അയച്ചു. മറുപടി നൽകാൻ സ്വല്പം വൈകി. അതിന് കാരണം ചോദിച്ചപ്പോൾ ബിഷപ്പ് ലൂഡ്ഗർ മറുപടി പറഞ്ഞു, ചക്രവർത്തിയോട് എനിക്ക് ബഹുമാനമുണ്ട്, എന്നാൽ ദൈവം അങ്ങേക്ക് ഉപരിയാണല്ലോ. ഞാൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തോടുള്ള കടപ്പാട് നിർവഹിച്ചു വേണമല്ലോ അങ്ങയുടെ കാര്യങ്ങളിൽ ഏർപ്പെടാൻ. ഈ മറുപടി ചക്രവർത്തിയെ അത്യധികം പ്രസാദിപ്പിച്ചു. ചക്രവർത്തിയുടെ ബഹുമാന ആദരങ്ങളോട് കൂടെ അദ്ദേഹം മടങ്ങി. പ്രാർത്ഥനകളുടെയും തിരുക്കർമ്മങ്ങളുടെയും സമയത്ത് പ്രത്യേക ശ്രദ്ധ വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. പ്രാർത്ഥനാ സമയത്ത് മറ്റു കാര്യങ്ങളിൽ തലയിടുന്ന വൈദികരെ അദ്ദേഹം ശാസിക്കുമായിരുന്നു. പീഡാനുഭവ ഞായറാഴ്ച പാതിരാത്രിക്കാണ് ബിഷപ്പ് മരിച്ചത്. അന്ന് രാവിലെ കൂടി അദ്ദേഹം പ്രസംഗിക്കുകയും 8 മണിക്ക് ദിവ്യബലി സമർപ്പിക്കുകയും ഉണ്ടായി. മരണസമയം അദ്ദേഹം മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ്. വിചിന്തനം. വിശുദ്ധ കുർബാന സ്ഥാപിച്ചിരുന്ന ദേവാലയങ്ങൾ എത്ര അച്ചടക്കത്തോടെയാണ് നാം സൂക്ഷിക്കേണ്ടതാണ്. സക്രാരിയുടെ മുമ്പിൽ അനാധാരമായി സംസാരിക്കുന്നതും വ്യാപരിക്കുന്നതും എത്ര വലിയ ഉതപ്പാണ്.